പ്രിയപ്പെട്ടവരെ, നാട്ടിൻപുറത്തൊരു ചൊല്ലുണ്ട്, ചിന്തിച്ചാൽ ഒരു അന്തവുമില്ല, ചിന്തിച്ചില്ലേ ഒരു കുന്തവുമില്ല. ശരിയല്ലേ? അത് ശരിയാണോ? നമ്മളൊക്കെ പല കാര്യങ്ങളും ചെയ്യണമെങ്കിൽ ആലോചിച്ച് ചിന്തിച്ച് പ്ലാൻ ചെയ്ത് അങ്ങനെയൊക്കെയല്ലേ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെയാണ് വേണ്ടത്. പക്ഷെ ഒരു കാര്യത്തെക്കുറിച്ച് ഒത്തിരി ചിന്തിക്കും, ഓവർ തിങ്കിങ്. അതായത് ഇപ്പോൾ ഒരു കാര്യത്തെ തന്നെ നിരന്തരമായി അവിരാമമായിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേ, അനാവശ്യമായിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുക, ഇതാണ് ഓവർ തിങ്കിങ്. ഇതൊരു പ്രശ്നമായിട്ട് വരികയില്ല. അതെ, ഓവർ തിങ്കിങ് മാനസികമായ ഒരു പ്രശ്നമൊന്നുമല്ല. എന്നാലും അതിൻ്റെ പിന്നിലെ സൈക്കോളജി നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഇത് തന്നെയാണോ ഈ പകൽക്കിനാവ്, ദിവാസ്വപ്നം എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതാണോ ഇത്? അതല്ല, ഇത് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം, ഒരു സംഭവം ചെയ്ത് കഴിഞ്ഞതോ ചെയ്യാൻ പോകുന്നതിനെ കുറിച്ചോ ഇങ്ങനെ അതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അയ്യോ അങ്ങനെയായോ, അങ്ങനെ വേണമായിരുന്നോ, അത് ശരിയല്ലേ, അങ്ങനെ ഇങ്ങനെ നമ്മൾ അനാവശ്യമായിട്ട് ചിന്തിച്ചുകൊണ്ടേയിരിക്കുക. അതിനൊരു നിർത്തില്ല, നമുക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ല. അതായത് നമ്മുടെ മനസ്സിന്റെ നിയന്ത്രണം നമുക്ക് നഷ്ടപ്പെടും. അല്ലെങ്കിൽ ഈ ചിന്തകൾ നമ്മളെ നിയന്ത്രിക്കുക, ചിന്തകളെ നമുക്ക് നിയന്ത്രിക്കാൻ വയ്യാതെ വരിക, അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് മാറുക, നമ്മൾ ചിന്തയുടെ അടിമകളായി പോവുക. അത് തന്നെ, അതാണ് നമ്മൾ ഈ പറയുന്ന ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്. ഈ ഓവർ തിങ്കിങ് ഇങ്ങനെ വരാനായിട്ട് പല കാരണങ്ങളുണ്ട്. പ്രധാനമായിട്ടും 4 കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടായിരുന്നു. ഒന്നാമത് ഭയം. ഇപ്പൊ ഞാൻ ചെയ്ത് കഴിഞ്ഞ കാര്യം ശരിയായില്ലയോ. ഇപ്പൊ ഒരു കലാകാരൻ തന്നെ പെർഫോം ചെയ്തു, പക്ഷെ ആ പെർഫോമൻസ് ശരിയായില്ലയോ, അതിന്റെ ആ ഭാഗം മോശമായി പോയി. ഏത് പ്രവൃത്തിയും ആയിക്കോട്ടെ, ആ ഒരു ഭയം വരുമ്പം ആങ്ഷൈറ്റി ആവും. അത് ആ ആങ്ഷൈറ്റി, ഉത്കണ്ഠ അങ്ങോട്ട് കൂടി അത് സ്ട്രെസ്സിലേക്ക് വരും. അതെ, ഇതുപോലെ ചില ആളുകളുണ്ട്, അവരെല്ലാ കാര്യത്തിലും 100% പെർഫെക്ഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പെർഫെക്ഷനിസം. അത് മനുഷ്യനല്ലേ, എപ്പോഴും 100% ആകണമെന്ന്. സൂപ്പർ ഹ്യൂമൻ ഒന്നും അല്ലല്ലോ. പക്ഷേ ഈ 100% ഇനി ആയാലോ ആയില്ലയോ എന്നുള്ളൊരു വിചാരം ബാക്കിയാണ്. അതെ, ചെയ്തു കഴിഞ്ഞാലും ഇങ്ങനെ ചിന്തിക്കുക, അത് ഒരു വല്ലാത്ത ഒരു അവസ്ഥയാണ് ഇത്. അത് മാത്രമല്ല, പിന്നെ നമ്മുടെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലായ്മയാണ് ഇതിലോട്ട് നയിക്കുന്നത്. ആ സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതെ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ഇങ്ങനെ ഈ ഒരു പ്രശ്നങ്ങൾ വന്ന് അത് മനസ്സിൻ്റെ ഒരു മാനസിക രോഗമൊന്നും അല്ലെങ്കിൽ പോലും ഇത് പലതരത്തിലുള്ള ശരീരത്തിനായാലും മനസ്സിനായാലും ഒക്കെ ഇത് ആഘാതം ഏൽപ്പിക്കുന്നു. നമ്മുടെ സ്വസ്ഥത നശിപ്പിക്കും. പ്രധാനമായിട്ടും പറഞ്ഞാല് നമുക്ക് ഉറക്കമില്ല. അതെ, ഉറക്കമില്ലെന്നുള്ള ഒരു കാര്യം ശരിയാവത്തില്ല. പിന്നെ തലവേദന, അനാവശ്യമായ തലവേദന. നിങ്ങൾക്കറിയാം, തലവേദന ഒരു രോഗമല്ല, രോഗത്തിന്റെ ലക്ഷണം. എന്നാൽ പോലും തലവേദന വന്നു കഴിഞ്ഞാൽ ഒരു സ്വസ്ഥതയില്ല, ചിന്തകളാണ്. അതുകൊണ്ട് അത് സ്ട്രെസ്സായിട്ട് വരുമല്ലേ. അപ്പോൾ ഈ തലവേദന വന്നു കഴിഞ്ഞു, പിന്നെ അത് വയറുവേദന, അത് അടുത്ത വലിയ പ്രശ്നമാണ്. ചിന്തകൾ കൂടുന്തോറും ദഹനം വരത്തില്ല, മോശമാവും. അതെ, ആഹാരം നേരാവണ്ണം കഴിക്കാൻ വയ്യാതെ. അതെ, അങ്ങനെ വരുമ്പോഴാണ് ഈ വയറുവേദനയാകുകയാണ്. അപ്പം മനസ്സിനൊരു സമാധാനമില്ല, സന്തോഷമില്ല, ഒരു ശാന്തതയില്ല. അങ്ങനെ വരുമ്പോഴുള്ള കുഴപ്പം എന്താണെന്നറിയാം, ഒരു കാര്യം നമ്മൾ കേട്ട് കഴിയുമ്പം അത് ശരിക്കും നമുക്ക് മനസ്സിലാക്കാനായിട്ട് അത് ഇന്റർപ്രറ്റ് ചെയ്യുന്നത് വേറൊരു വിധത്തിലായിരിക്കും. ചക്കെന്ന് പറഞ്ഞാൽ കൊക്കെന്ന് കേൾക്കാന്ന് അങ്ങനെ വരുമ്പം ഈ ബന്ധങ്ങൾക്കൊക്കെ ഒലച്ചിൽ സംഭവിക്കാം. അതൊക്കെയാണ് ഈ ഒരു ഓവർ തിങ്കിങ് വരുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലോട്ടാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ആ ഒരു ഓവർ തിങ്കിങ് എന്നുള്ള ആ ഒരു ചിന്ത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക. അതാണ് ഏറ്റവും പ്രധാനം. നമ്മള് ചിന്തകളുടെ തടവുകാരനാകാതെ ചിന്തയെ നിയന്ത്രിക്കുക, അതിന് കഴിയുക. അത് സ്വയം നിയന്ത്രിക്കാനായിട്ട് നിങ്ങൾക്കത് പറ്റുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒരു കൗൺസിലറുടെ സഹായം തേടാവുന്നതാണ്. എങ്ങനെയായാലും ശരി, ഈ ഓവർ തിങ്കിങ് നമുക്ക് ഇല്ലാതാക്കുകയും മനസ്സിന് ശാന്തവും സമാധാനവും എല്ലാമുള്ള ഒരു ജീവിതം, അല്ലേ? എല്ലാവർക്കും അങ്ങനെ ഓവർ തിങ്കിങ്ങിനെ ഒഴിവാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.